ഹായ് ഫ്രണ്ട്സ്, മല്ലു സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുത്തശ്ശനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് മുത്തശ്ശിയുടെ അടുത്ത്, താൻ പറഞ്ഞത് ശരിയാണ്, ബിസിനസ് മാത്രമല്ല കുടുംബവും നന്നായിട്ട് പോകണം, എങ്കിലേ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടാറില്ല. നമുക്കത് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ വീട്ടിൽ വന്ന മിക്ക മരുമക്കൾക്കും അത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അനിയുടെ ദാമ്പത്യം ഒരു ദുരന്തമായി പോയി. അപ്പോൾ മുത്തശ്ശി പറയണ്ട കേട്ടോ, നന്ദുവിൻ്റെ നിശ്ചയം നടക്കാൻ പോകാമെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. അവളെന്നെ ഈ വീടിൻ്റെ മരുമകളാക്കണം എന്ന് ഉറപ്പിച്ചാണല്ലോ നമ്മൾ രണ്ടാളും അങ്ങോട്ട് പോയത്. അപ്പോൾ മുത്തശ്ശൻ പറയണ്ട കേട്ടോ, എന്ത് ചെയ്യാനാ വസുന്ധരെ, കോടതിയിലെ സംഭവങ്ങളും അവൾ അനാമികയുടെ വീട്ടുകാരോടും അവളോടുള്ള ദേഷ്യവും ഒക്കെ വെച്ചിട്ട് ഉറപ്പായിട്ടും നന്ദു ഈ വീടിൻ്റെ മരുമകളാകേണ്ടതായിരുന്നു. എന്നാൽ മക്കളുടെ കാര്യത്തിൽ പൂർണ്ണ അധികാരം അവരുടെ അച്ഛനമ്മമാർക്കാണ്. അവരെ മറികടന്നൊരു തീരുമാനം എടുത്താൽ അത് അവർക്ക് വിഷമാവും. അച്ഛനമ്മമാരെ മറികടന്നുകൊണ്ട് നമ്മുടെ സ്വാർത്ഥത ജയിക്കണമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. അപ്പം മുത്തശ്ശി പറയണ കേട്ടോ, പക്ഷേ അനിയിപ്പോഴും നന്ദുവിനെ മനസ്സിലിട്ടുകൊണ്ടാണല്ലോ നടക്കണേ. അവനിനി മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുന്നു തോന്നണില്ല. അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട്, നന്ദുവിൻ്റെ കല്യാണമൊക്കെ കഴിയട്ടെ, കുറച്ച് കഴിയുമ്പോൾ അവനെല്ലാം മടക്കും. അല്ലെങ്കിലും അന്യൻ്റെ ഭാര്യനെ പിന്നെ അവൻ ആഗ്രഹിക്കുന്നു തോന്നണില്ല. അപ്പോൾ മുത്തച്ഛി പറയണ്ട കേട്ടോ, അങ്ങനെയൊന്നും പറയണ്ട, കല്യാണം കഴിഞ്ഞിട്ടും അവൻ്റെ മനസ്സ് നിറയെ നന്ദുവായിരുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞൊന്നല്ലാതെ അവർ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചില്ലല്ലോ എന്ന് പറയണ്ട കേട്ടോ മുത്തച്ഛൻ. അവിടെ പിന്നെ അനിയുടെ മനസ്സ് മറ്റൊരുത്തിലേക്ക് ചായുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അപ്പോൾ മുത്തച്ഛി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ശരി, അനിയനെ പോലെ തന്നെ നിരാശ എനിക്കിപ്പോൾ. അത്രയ്ക്ക് നല്ല കുട്ടി നന്ദു. അവളീ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എല്ലാവർക്കും ഒരു നല്ല ബലമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മുത്തച്ഛന് വിഷമമുണ്ടല്ലോ, മുത്തച്ഛൻ ഒന്നും വേണ്ടാതെ അവിടെ നെറ്റ് പോകണം കേട്ടോ. അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ അനിയും ഫ്രണ്ടും കൂടിയിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് കുറച്ച് കഴിഞ്ഞ് അവിടെ നിർത്തിയിട്ടൊരു കടയിൽ കയറിയിട്ടുണ്ട്. എന്നിട്ട് അനി പറയേണ്ട, ചേട്ടാ 2 നാരങ്ങ വെള്ളം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാരങ്ങ വെള്ളം എടുക്കണതിൻ്റെ ഇടയ്ക്ക് അനിയും ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് ചോദിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അവൻ മൊബൈലിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട്, അതായത് നമ്മുടെ സച്ചിയുടെ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചിട്ട് കടക്കാരനോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇയാളെ അറിയുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടക്കാരൻ ഇങ്ങനെ നോക്കി നിൽക്കണേ ഉള്ളൂ. അപ്പോൾ കടയിലിരിക്കുന്ന മറ്റൊരു പയ്യൻ എനിക്ക് വന്നിട്ട് നോക്കിയിട്ട് പറയണേ, ഇത് നമ്മുടെ പോലീസുകാരനല്ലേ, ഇങ്ങേരിപ്പോൾ CI ആ. എന്നിട്ട് കടക്കാരൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേട്ടാ നമ്മുടെ സച്ചിനെ കുറിച്ചിട്ടാണ് അവന്മാർ അന്വേഷിക്കുന്നത്. അപ്പോൾ കടക്കാരൻ പറയണ്ട കേട്ടോ, അവൻ ഇവിടെ സ്ഥിരം വന്നുകൊണ്ടിരുന്നൊരു പയ്യനാ, ഇപ്പോൾ വലിയ പോലീസുകാരനായി പോയി. അപ്പോൾ എനിക്ക് ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒന്നുകൂടി നിൽക്കണമല്ലോ. അപ്പോൾ അനി പറയുന്നുണ്ട്, ചേട്ടാ 2 ബോട്ട് വെള്ളം കൂടി എടുത്തോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് അനി ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഈ CI എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടക്കാരനും ആ പയ്യനും കൂടി പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തോ കുഴപ്പമുണ്ടല്ലോ, എന്താ രണ്ടാൾക്കും പറയാനൊരു മടി പോലെ. അപ്പോൾ കടയിൽ ചേട്ടൻ പറയുന്നുണ്ട്, അയാളിപ്പോൾ വലിയ പോലീസുകാരനൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ. അപ്പോൾ അനി പറയുന്നുണ്ട് കേട്ടോ, ചേട്ടാ ഇനിയിപ്പോൾ ഉള്ളത് പറയാലോ, ഞങ്ങളുടെ ബന്ധത്തിലൊരു കുട്ടീനെ ഇയാൾ കല്യാണം ആലോചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയാളുടെ സ്വഭാവമൊക്കെ ഒന്നറിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പയ്യൻ എന്തോ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് കടക്കാരൻ്റെ അടുത്ത്. ഇനിയും പറയുന്നില്ല വെച്ചപ്പോൾ അനി പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങളിവിടെ വന്ന് തിരക്കിന്നൊന്നും ആരോടും പറയാൻ പോണില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ കടക്കാരൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ആദ്യം നമ്മളെ കേൾപ്പിക്കണില്ല. അപ്പോൾ അത് പറച്ചിൽ കേട്ടിട്ട് എന്തോ നെഗറ്റീവ് പറയണ പോലെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇവർ 2 പേരും കൂടി വീണ്ടും കാറിൽ യാത്ര തുടർന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും പോലീസുകാർ കൈ കാട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇറങ്ങി ചെല്ലുന്നുണ്ട്. പോലീസുകാർ പറഞ്ഞിട്ട് ഈ വണ്ടി ഒന്ന് പരിശോധിക്കണം. ആയിക്കോട്ടെ എന്ന് പറയുന്നത് കേട്ടോ. മറ്റു പോലീസുകാർ പരിശോധിക്കാൻ പോകുമ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട്, സാർ ഞാൻ മൂർത്തി ജ്വല്ലറിയുടെ GM എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛൻ്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് സച്ചിയുടെ ഫോട്ടോ വീണ്ടും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ സാറിന് കേട്ടോ അനി. എന്നിട്ട് ചോദിക്കുന്നത്, സാർ ഇദ്ദേഹത്തെ അറിയാമോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാറ് പറയുന്നുണ്ട്, ഇദ്ദേഹത്തെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ സാർ കാണാമെന്നും പറഞ്ഞിട്ട് വീണ്ടും വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. അങ്ങനെ സച്ചിൻ്റെ തറവാട് ലക്ഷ്യമായിട്ടാണ് ഇവർ പോണത്. അങ്ങനെ പോകുമ്പോൾ എൻ്റെ നന്ദുട്ടൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, എടുത്തപ്പോൾ നന്ദു വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ, സ്പീക്കറിൽ ഇടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായി ചോദിക്കുന്നുണ്ട് നന്ദു. പറയുന്നുണ്ട്, ഞങ്ങൾ സച്ചിയുടെ തറവാട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുക, ആ പരിസരമാകെ ഒരു അന്വേഷണം നടത്തിയിട്ടേ വരത്തുള്ളൂ, അവനെപ്പറ്റി അറിയാൻ പറ്റുന്നതൊക്കെ അറിയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജേഷ് പറയുന്നുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കടി, ഇനിയിപ്പോൾ ഒന്നും അറിയാൻ പറ്റിയില്ലെങ്കിലും ഈ നിശ്ചയം എങ്ങനെ അലമ്പി കളയാമെന്ന് നമുക്ക് നോക്കാം, ഒന്നും പറ്റിയില്ലെങ്കിലേ ആ CIയുടെ കൈയും കാലും തല്ലി പിടിക്കാം. അപ്പം നന്നിട്ട് പറഞ്ഞു, ഫോണിൽ കൂടെ അങ്ങനെയൊന്നും പറയരുതടാ, ഇതൊക്കെ നേരത്തെ അനി പറഞ്ഞതാ, ഇതൊന്നും പ്രാക്ടിക്കലല്ല. അപ്പം അനി പറയണ്ട കേട്ടോ, എടി അതൊക്കെ ഞങ്ങൾ പ്രാക്ടിക്കലാക്കിക്കോളാം. അപ്പം നന്നിട്ട് പറയുന്നത്, നിന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചു, നീ അത്രയും ചെയ്താൽ മതി, ഞാൻ എൻ്റെ ഭാഗത്തുനിന്നൊരു അന്വേഷണം നടത്തുന്നുണ്ട്, അത് മതി. അപ്പം അനി പറയുന്നുണ്ട്, പിന്നെ നിശ്ചയം നടക്കരുത്, മോതിരം കൈമാറരുത് എന്നൊക്കെ നീ പറഞ്ഞതോ, അത് പിന്നെ ഒരാളുടെ കൈയും കാലും തല്ലി പിടിക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടെന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, എന്തായാലും നിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവനെ ഞാൻ തട്ടും, അതിനിപ്പോൾ ഫോണിൽ കൂടെ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. അപ്പം നന്നിട്ടും പറയുന്നുണ്ട്, ശരി ഇനിയൊന്നും സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. രാകേഷ് പറയുന്നുണ്ട്, അവളാകെ പേടിച്ചെന്ന് തോന്നണേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അനി പറയുന്നുണ്ട്, എന്ത് വന്നാലും ശരി, ഇനി അവളെ വിട്ടിട്ടൊരു കളിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, അങ്ങനെ തന്നെ വേണടാ, നിനക്ക് നേരത്തെ അതിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, അന്ന് നീ വെറുതെ വിവാഹത്തിന് തലവെച്ച് കൊടുത്തു, അതുകൊണ്ട് നീ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചല്ലോടാ. അപ്പം അനി പറയുന്നുണ്ട്, അതെ അതൊരു പാടാ, ആ പാടുള്ളിലൂടെ കിടക്കണോണ്ട് ഇനിയൊരു ജീവിതം ഉണ്ടായാൽ അത് വൻ വിജയമായിരിക്കും. അങ്ങനെ 2 പേരും കൂടി കുറച്ചും കൂടി പോയതിന് ശേഷം ഓരോ സ്ഥലത്ത് നിർത്തിയിട്ട് വഴി ചോദിക്കലും സച്ചിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് അന്വേഷിക്കലൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ഓട്ടോ സ്റ്റാൻഡിലും കടകളിലൊക്കെ ചോദിക്കുന്നുണ്ട്.
രണ്ടാളും രണ്ട് വഴിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിക്കണേടാ ഇനി അധികം സമയമൊന്നുമില്ല, നാളെ നിശ്ചയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാകേഷ് പറയുന്നത് ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നില്ലേ, എന്നിട്ട് അവസാന നിമിഷത്തിലാണോ ഇതൊക്കെ അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി പറയണ്ടായിരുന്നു നിശ്ചയം നടക്കുന്നു വന്ന കണ്ടീഷൻ വന്നപ്പോഴല്ലേ അവൾ സീരിയസ് ആയത്. അപ്പോൾ രാകേഷ് ചോദിക്കുന്നത് ഇനിയിപ്പോൾ ഏത് റൂട്ടിൽ വിടണം, അയാളുടെ വീടിന് ചുറ്റും റൗണ്ട് കഴിഞ്ഞു, വാ ഒന്നുകൂടെ ചുറ്റാ നീ കയറുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയിട്ടുണ്ട്. ഈ സമയം നമ്മുടെ സച്ചിയാണെങ്കിലോ നന്ദോട്ടിനി സ്വപ്നം കൊണ്ട് ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഒന്ന് വിളിച്ചു വെക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോൺ കണ്ടപ്പോൾ നന്ദോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത് ഹലോ സർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സച്ചി ചിരിച്ചിട്ട് പറയുന്നത് നാളെ നമ്മുടെ നിശ്ചയമാണ്. നന്ദോട്ടിൻ്റെ മുഖത്തെ ഭാവം നമുക്കറിയാലോ, ദേഷ്യഭാവമാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നിശ്ചയം എന്ന് പറഞ്ഞാൽ പകുതി കല്യാണം, അച്ഛനും അമ്മയും പിന്നെ 1-2 ബന്ധുക്കൾ മാത്രമേ വന്നിട്ടുള്ളൂ, കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കാന്നേ, നിശ്ചയം ഇങ്ങനെയൊക്കെ നടന്നു പോയിക്കോട്ടെ എന്ന് പറയുന്നത് കേട്ടോ. നന്ദു ഒന്നും മിണ്ടാതെ വേറെ ഭാവത്തിലേക്കാണ് നന്ദു നടക്കണേ. നന്ദു എന്തൊന്നും മിണ്ടാത്തേന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പം നന്ദു ദേഷ്യത്തിലുണ്ട് ചോദിക്കും ഞാനെന്ത് പറയാനാ. അപ്പോൾ സച്ചി ചിരിച്ചിട്ട് പറയട്ടെ എന്നാൽ പിന്നെ ഞാൻ പറയാം, നാളെ നിശ്ചയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്ദു എൻ്റെ സ്വന്തമായി. നന്ദു ഇത് കേട്ട് കണ്ണും പല്ലൊക്കെ ഇറുക്കി പിടിച്ച് കടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട് പിന്നെ വേണ്ടാത്ത സൗഹൃദങ്ങളൊക്കെ അങ്ങ് അവസാനിപ്പിച്ചേക്കണം, നമ്മൾ തമ്മിൽ കലഹിക്കാൻ മൂന്നാമതൊരാൾ നമുക്കിടയിൽ കാരണമാവരുതെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു എടുത്ത വഴിക്ക് പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല സാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സച്ചിയുടെ ചിരിച്ച മോന്ത പോയി സീരിയസ് ആയിട്ടോ. എന്നിട്ട് നന്ദൂട്ടൻ പറയുന്നുണ്ട് ഞാൻ സാറിൻ്റെ ഭാര്യയെന്ന് കരുതി എൻ്റെ നല്ല സൗഹൃദങ്ങളൊന്നും എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലൊന്നും എനിക്ക് ആരെയും എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനും പറ്റില്ല. അപ്പോൾ സച്ചി പറയുന്നുണ്ട് അയ്യോ അതിനെന്തിനാ നന്ദു അങ്ങനെ ചൂടാവണത് ചോദിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് പിക്ക് കൂട്ടിപ്പോയി. എന്നിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞത് ബന്ധങ്ങൾ വഴിവിട്ട് പോകരുതെന്നാ. അപ്പോൾ നന്ദൂട്ടൻ പറയുന്നുണ്ട് എനിക്ക് എൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, അതനുസരിച്ച് ഞാൻ ജീവിക്കൂ, അതിനെ തിരുത്താൻ ആര് ശ്രമിച്ചാലും അതൊന്നും ഞാൻ അംഗീകരിക്കാനേ പോണില്ല. അപ്പോൾ സച്ചി അയ്യോ അത് മതി, പിന്നെ ആരുമായിട്ട് ഓവർ കണക്ഷൻ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നന്ദൂട്ട ഒട്ടും സോഫ്റ്റ് അല്ലാണ്ടായിട്ട് പറയുന്നത് സാർ അങ്ങനെ ജീവിക്കണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ, അപ്പോൾ അങ്ങോട്ടുള്ളത് പോലെ തന്നെ വേണം ഇങ്ങോട്ടും. അങ്ങനെയുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് പറയും പിന്നെ നന്ദുവിനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് ഞാനിങ്ങനെ പോസിറ്റീവ് ആവണത്. അപ്പോൾ നന്ദൂട്ടൻ പറയുന്നത് ശരി ഞാൻ വെക്കുക എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ സച്ചി ഫോണും പിടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് അച്ഛൻ വന്നിട്ടുണ്ട്. എന്നിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താടാ അങ്ങനെ വളരെ വെളുത്ത് നിൽക്കണേ. അപ്പോൾ പറയുന്നത് വളരെ വെളുത്തോ ഞാൻ വളരെ ഹാപ്പിയാണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആകെ തപ്പി പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പെണ്ണുമായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട് എങ്കിൽ ഈ മുഖഭാവമല്ലല്ലോ കാണേണ്ടത്, അവളെന്താ ആട്ടിയിട്ടാണോ ഫോൺ വെച്ചത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് കേട്ടോ നാളെ ഞങ്ങളുടെ നിശ്ചയം, അപ്പോൾ അവൾ ആട്ടോ അതോ സ്നേഹിക്കുമോ. അപ്പം അച്ഛൻ പറയുന്നത് ചിരിച്ചിട്ട് നിൻ്റെ സ്വഭാവം വെച്ചിട്ട് ആട്ടിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്നിട്ട് പറയുന്നുണ്ട് ആ പെങ്കൊച്ചിന് നിന്നോട് താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അപ്പോൾ എന്നിട്ടാണോ നിശ്ചയം നടക്കാൻ പോണത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ആ പെങ്കൊച്ചിൻ്റെ വീട്ടുകാരെ നിർബന്ധമാണെന്ന് എനിക്ക് തോന്നണത്. അപ്പോൾ ദേഷ്യം വന്നു കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛൻ താഴെങ്ങാനും പോയിരുന്നോടെ, എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്, അവിടെ നാം ഓടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നിൻ്റെ അമ്മയ്ക്കും സംശയമുണ്ട് ഇത്തവണയെങ്കിലും നല്ലൊരു മരുമോളെ കിട്ടുമെന്ന്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് കേട്ടോ ഈ മരുമോളെ കൊണ്ടുവരുന്നതേ അടുക്കള പണി എടുപ്പിക്കാനൊന്നല്ല, അവളെ നല്ലൊരു അസൽ എസ്ഐയാ, നാളെ ചിലപ്പോൾ എനിക്ക് മുകളിലോട്ട് കയറി പോകാനും സാധ്യതയുണ്ട്, ഞങ്ങളെ ഒന്നിച്ച് സിവിൽ സർവീസ് എഴുതിയാലോ എന്ന് ആലോചിക്കണത്, ഒന്നിച്ച് IPS എടുക്കാം. അച്ഛാ എന്നോട്ട് ചിരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തച്ച് ചോദിക്കണ്ടല്ല എന്തിനാ അച്ഛൻ ചിരിക്കണത്, IPS അത് നീ എന്ന് പറഞ്ഞിട്ട് ഷോൾഡറിൽ കൈ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയടാ നീ CA തന്നെ മഹാഭാഗ്യം, അത് എഴുതി അടങ്ങി ഒതുങ്ങി ജീവിക്കട്ടാ. അത് പറഞ്ഞിട്ട് അച്ഛൻ താഴത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ സച്ചിയുടെ മുഖഭാവമാകെ മാറിയിട്ടോ, ചമ്മി മുഖം ഇതിൽ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദേവയാനിയമ്മ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് വരുന്നുണ്ട് കേട്ടോ. ഇറങ്ങി വരുമ്പോൾ ചോദിക്കുന്നുണ്ട് അവൻ ഇതുവരെ വന്നില്ലല്ലോ മോനെ, ഇനിയിപ്പോൾ നാളെ നന്ദൂരെ നിശ്ചയമായിട്ട് കൂട്ടുകാരൊക്കെ ഒത്തിട്ട് കറങ്ങി നടക്കുമായിരിക്കുമോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് കേട്ടോ അവന് നാളത്തെ ദിവസത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും പറ്റില്ല, പ്രേമിക്കാതെ നടന്നവർ പ്രേമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അമ്മയെ കുഴപ്പം, അവർക്ക് പിന്നെ പരസ്പരം മറക്കാൻ പറ്റില്ല. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് അത് നിനക്ക് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ അനിയുടെ കല്യാണത്തിന് മുൻപേ, എന്നിട്ട് നിന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് കേട്ടോ അത് മാത്രം അമ്മ പറയരുത്, അന്ന് അമ്മയും നയനയുടെയും നവ്യയുടെയും ശത്രുവായിരുന്നു, അന്ന് ഒരു കാരണവശാലും നന്ദുവിനെ ഇവിടേക്ക് കൊണ്ടുവരുതെന്ന് ഇളയമേക്കാളും കൂടുതൽ വാശി പിടിച്ചത് അമ്മയാണ്. അപ്പോൾ ദേവേനി പറയണ്ട അത് ശരിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയും അന്ന് അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ പിന്നെ ദേവേനിക്കൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ദേവേനി തല കുനിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണ്ട ആദ്യം വന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്ക് എൻ്റെ വണ്ടി വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ ഇന്ന് ഏത് കോലത്തിലാണോ വരുന്നത്. ആ പനി വന്നപ്പോൾ ദേവേനി ചോദിക്കുന്നത് നീ എവിടെയായിരുന്നു മോനെ ഇതുവരെ എന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ പറയുന്നത് അത് ഞാൻ ഓഫീസിലായിരുന്നു എന്ന് പറഞ്ഞു. ഈ സമയം വരെ ഓഫീസിലായിരുന്നോ, ഭാരിച്ച ജോലിയല്ലേ ഏട്ടൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഓവർ ടൈം ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദർശ് ചോദിക്കുന്നത് എടാ നീ കുടിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലേ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നീ പറയണ്ടേ എന്തിനാ കുടിക്കുന്നത്, അല്ല നാളെ നന്ദൂന് നിശ്ചയം ചെയ്തോണ്ടേ നീ മദ്യപിച്ച് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതിയതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അനി പറഞ്ഞ ആ ശീലമൊക്കെ ഞാൻ മാറ്റി. അപ്പോൾ ദേവേനി പറയണ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നാളെ മോൻ നിശ്ചയത്തിന് വരുന്നില്ലേ. ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മോശമല്ലേ മോനെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട് ഞാൻ വന്നില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അവിടെ ആരും പരാതിയൊന്നും പറയാൻ പോകണില്ലല്ലോ, പിന്നെ നിശ്ചയത്തിന് തന്നെ പയ്യനുണ്ടല്ലോ അയാൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ,
അതുകൊണ്ട് ഞാൻ മാറി നിൽക്കണതായിരിക്കും നല്ലത്. അപ്പോൾ ആദർശ് ചോദിക്കട്ടെ, എടാ എന്നാലും എത്ര നാൾ മാറി നിൽക്കും? കല്യാണം കഴിഞ്ഞാലിപ്പം അവരിങ്ങോട്ട് വിരുന്നിനൊക്കെ വരില്ലേ? അപ്പം അനി ചോദിക്കട്ടെ, അതിന് ആ സമയത്ത് ഞാൻ വീട്ടിലില്ലാതിരുന്ന പോരെ എന്ന് ചോദിക്കട്ടെ. എന്നിട്ട് പറയണ്ട്, പിന്നെ കല്യാണമൊക്കെ നല്ല രീതിക്ക് നടന്നാൽ മതിയായിരുന്നു. അപ്പോൾ ദേവേനെ ചോദിക്കട്ടെ, അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കണ്ടേടാ, കല്യാണം മുടക്കാനായിട്ട് നീ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഏയ് ഞാൻ അങ്ങനത്തെ പ്ലാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണ്ടോ. എന്നിട്ട് പിന്നെന്തോ എൻ്റെ മനസ്സ് പറയുന്നു ഈ കല്യാണം നടക്കാൻ വളരെ പാടാന്ന്. അതും പറഞ്ഞാൽ അനി അകത്തേക്ക് കയറിപ്പോയിട്ടോ. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, അവൻ ഇനി വിവാഹം മുടക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ എന്തോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവൻ ചെയ്താലും നന്ദു ചെയ്താലും അത്ഭുതപ്പെടാനൊന്നുമില്ല അമ്മേ, അവർ രണ്ടാളും മനസ്സൊന്നാ, അവൾക്കും വിവാഹത്തോടൊരു താല്പര്യമില്ല. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, നീ അവന് ആത്മവിശ്വാസം കൊടുക്കണം. അവനിപ്പോൾ നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. ഇനി പഴയ പോലെ അലഞ്ഞിട്ട് നടക്കാനുള്ള ഇടയൊന്നും വരുത്തരുത്. അതുപോലെ ഇതൊക്കെ ഒന്ന് ശാന്തമാകുമ്പോൾ അവന് പറ്റിയൊരാളെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദർശ് പറയണ്ട, അത് മിക്കവാറും നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല അമ്മേ. ഇനി അവനൊരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കില്ല. അഥവാ ചിന്തിക്കണമെങ്കിൽ തന്നെ കുറേ സമയം എടുക്കും. ഈ സമയം നന്ദുട്ടൻ്റെ വീട്ടിൽ നന്ദുട്ടനും നായനെ ഒരുമിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നായന ചിരിച്ചിട്ട് പറയുന്നുണ്ട്, എത്ര നാളായിടി നമ്മളിങ്ങനെ ഒന്നിച്ച് കിടന്നിട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴും നന്ദുട്ടൻ്റെ മുഖത്തൊരു സന്തോഷമില്ല. അപ്പോൾ ചോദിക്കേണ്ടത്, എന്നിട്ട് നിനക്ക് എന്തായിട്ട് സന്തോഷമില്ലാത്തേ? അപ്പം നന്ദുട്ടൻ പറയട്ടെ, എങ്ങനെ സന്തോഷിക്കാനാ ചേച്ചി? കല്യാണം കഴിഞ്ഞാൽ എൻ്റെ സൗഹൃദങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്നാണ് അയാൾ പറയണത്. അനിയായിട്ട് ഒരു ഇടപാടും വേണ്ടെന്നും അയാൾ പറഞ്ഞു. അതിന് തക്കതായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സൗഹൃദങ്ങളും എൻ്റെ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ട് എനിക്ക് പുതിയതായിട്ടൊരു ബന്ധം വേണ്ട. അപ്പം നായനെ ചോദിക്കണ്ട കേട്ടോ, കല്യാണം കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഭർത്താവ് പറയുന്നത് കേൾക്കണ്ടേ മോളെ? അപ്പം നന്ദുട്ടൻ പറയുന്നത്, ഭർത്താവ് എന്നല്ല, ആരും ന്യായമായ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കും ചേച്ചി. ഇത് അയാൾ ശരിയല്ല, എനിക്കറിയാത്. നമ്മുടെയൊക്കെ മുന്നിലേ അയാൾ മാനിയും ചമയാ, പ്രത്യേകിച്ച് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ. അവർ ശരിക്കും പറഞ്ഞാൽ അയാൾ വീഴ്ത്തി കളഞ്ഞു എന്ന് വേണം പറയാൻ. അപ്പം നയനെ പറയണ്ട കേട്ടോ, മോളെ ഇനി ഈ ബന്ധം വേണ്ടെന്ന് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അത് നിനക്കറിയാലോ. അപ്പം നന്ദുട്ടൻ പറയണ്ട കേട്ടോ, അതിനു വേണ്ടി ഞാൻ ബലിയാടാവുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കവളിങ്ങനെ തൊട്ടിട്ട് നയനം പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് പറയണ്ട കേട്ടോ, എൻ്റെ മോൾ ഉറങ്ങിക്കോ, നാളെ നിശ്ചയമല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പം നന്ദുട്ടൻ അവിടെ നീട്ടിയിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിന്ന് ഉറങ്ങാൻ പറ്റില്ല ചേച്ചി, കുറച്ച് ജോലികൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നയനെ എണീറ്റിരിക്കുന്നുണ്ട്. എന്ത് ജോലി? നീ സ്റ്റേഷനിൽ പോകുമ്പോഴല്ലേ ജോലി തിരക്കുള്ളൂ, അല്ലാത്തപ്പോൾ നീ ഫ്രീ അല്ലേ? അപ്പം നന്ദുട്ടൻ പറയണ്ട കേട്ടോ, ഇന്ന് രാത്രി ഞാൻ ഒട്ടും ഫ്രീ അല്ലേ ചേച്ചി. ചേച്ചി ഉറങ്ങിയതിന് ശേഷം എനിക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാണ്ട്. അപ്പം നയനെ സംശയത്തോട് കൂടിയിട്ട് നന്ദുട്ടനെ മുഖത്ത് നോക്കി ചോദിക്കേണ്ട കേട്ടോ, നിൻ്റെ മനസ്സിൽ എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയണ്ടേ, എൻ്റെ മനസ്സിൽ എന്തായാലും അത് ചേച്ചി അറിഞ്ഞിരിക്കും. ചേച്ചി അറിയാത്തതായി ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. അപ്പം നയനെ വീണ്ടും പറയണ്ട കേട്ടോ, നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, അന്ന് ആദർശേട്ടനും ഞാനും കൂടി വന്നത് എങ്ങനെയെങ്കിലും നിന്നെ അനിയും കൂടി ഒന്നിപ്പിക്കാനായിരുന്നു. പക്ഷേ ഇനി അത് നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. ഇവിടെ രണ്ടുപേരും അതിനെതിരെ ലഹള എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ അനിയുടെ അമ്മ അങ്ങനെ തന്നെ നിൽക്കുക. പിന്നെ നവ്യേച്ചിയും നിന്നെ ഈ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യണില്ല. അപ്പോൾ നന്ദുട്ടൻ പറയണ്ട കേട്ടോ, ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാ ചേച്ചി, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിൽ കയറിയ ഒരാളേ ഉള്ളൂ, അതനിയ. അതും പറഞ്ഞിട്ട് നന്ദുട്ടൻ വീണ്ടും ഇവിടെ പുതച്ചും കൂടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനെ അടുത്ത് കിടന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്, ചേർത്ത് പിടിച്ച് കിടക്കുന്നുണ്ട് നന്ദുട്ടനെ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പത്തരമാറ്റം അവസാനിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ രാവിലെ വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.